ഏളയാ എങ്ങനാ ഇപ്പൊ തൽക്കാലം ഒന്ന് പിടിച്ചിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിലൊന്ന് സെറ്റപ്പ് ആക്കിയേ പറ്റും, അല്ലെങ്കിൽ എത്ര ആളിങ്ങനെ നിന്ന് പോകും. ജോലിയുടെ കാര്യം പറയുമ്പോഴേ ആ ഇപ്പൊ കടയിലാണെ രണ്ടാളുണ്ട്. ആ പെട്ടെന്നൊരു ചാൻസ് പറയാൻ ബുദ്ധിമുട്ടാ. അളിയനൊന്ന് കാര്യമായിട്ട് ശ്രമിക്കാതെ പറ്റത്തില്ല, കാരണം സാമ്പത്തികം അത്രയും ടൈറ്റ്. നമുക്കൊരു സ്ഥിര വരുമാനം ഇല്ലാതെ പൈസ അവിടെ ഇവിടെയൊക്കെ കൊടുക്കാനുണ്ട്, പലിശക്ക് എടുത്തുണ്ട്, പലിശ കൊടുക്കണം. ആ ചങ്ങായിമാരെ എന്താ പാട്? എടാ നീ മലപ്പുറത്ത് നിന്ന് എപ്പോ വന്നടാ? ഞാൻ കാലത്ത് ഇഷ്ടാ. എടാ നീ മലപ്പുറത്തോട്ട് പോയിട്ട് 2 ആഴ്ച പോലും ആയില്ലോ. ഇപ്പൊ ശരിക്കും ഒരു മലപ്പുറത്ത് തന്നെ ആയല്ലോടാ. ഇതേ മൂച്ചിക്ക് അങ്ങാടിന്ന് മേടിച്ച അലുവയാ. ഇത് എന്റെ പീടിയൽ അലുവയൊന്നും അല്ലത്, നല്ല സൂപ്പർ അലുവയാ. ഇത് കൊണ്ടുപോയി ഓക്ക് കൊണ്ട് കൊടുക്ക് കേട്ടാ. ഇതേ ചങ്ങായി ചങ്ങായി മുണ്ടാട്ടിക്കണേ. എടാ നിർത്ത് തലമറ നെണ്ണ വേക്കണ്ട കേട്ടോ. അളിയാ അതല്ലളിയാ, നമ്മൾ മലപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാലേ അവരുടെ സ്നേഹം കൊണ്ടേ നമ്മളങ്ങ് മലപ്പുറത്തുകാരങ്ങായി പോകും. എന്നാ എവിടെ മലപ്പുറത്ത് എവിടെ, ഏത് ഭാഗത്താട്ടാ? ഞാൻ തിരൂര് പുത്തനത്താണിയില്. ആ ഇവൻ മലപ്പുറത്താ. എടാ ഇവൻ എന്തെങ്കിലും ഒരു ജോലി അവിടെ സെറ്റായി കൊടുക്കാൻ പറ്റുമോ? ആ അളിയാ, ഞാൻ താമസിക്കുന്ന വാടക വീടിൻ്റെ ഉടമയാണ് വിളിക്കുന്നത്. നല്ല സ്നേഹമുള്ള മനുഷ്യനാ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരാളെ കിട്ടത്തില്ല. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാ. ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ ലൗഡ് സ്പീക്കർ ഇടാം. ഹലോ ചെങ്ങായി, എന്താ പാട്? സുഖല്ലേ? ഇവിടുന്ന് പേരന്റെ വാടക തരാൻ ഇവിടുന്ന് പോയതല്ലേ? അതിന്റെ സാധനമൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ. നീ തൽക്കാലം വേറെ ഏതെങ്കിലും പേരെ നോക്ക്. തൽക്കാലം നിന്റെ പേരെ കിട്ടൂല. അവർക്കൊക്കെ ഭയങ്കര സ്നേഹം അളിയാ.